ഹായ് ഫ്രണ്ട്സ്, ഓണം വെക്കേഷൻ തുടങ്ങിയപ്പോഴത്തേക്കും മൂവരും ചേർന്നിട്ട് ഓണം കൂടാൻ പോക്കറ്റ് മണി കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് ഭയങ്കര വഴക്ക്. അപ്പോൾ പിന്നെ എൻ്റെ കൂടെ ഒരു പണിയും കൂടെ ആവാമെന്ന് കരുതി. കാൽത്തീറ്റ ചക്കെല്ലാം അടുക്കി വെച്ചിട്ട് കൊടുത്തു. കിട്ടുന്ന പൈസ പോക്കറ്റ് മണി ആയിട്ട് എടുത്തോളാൻ പറഞ്ഞു. 3 പേരും തകൃതിയായി പണിയെടുക്കാൻ തുടങ്ങി. നിങ്ങൾ ഇത്തരത്തിൽ ചാക്കുകൾ കൊടുക്കാറുണ്ടോ? എത്ര രൂപയാണ് കിട്ടുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇവിടെ പൊതുവെ 15 രൂപയാണ് ഈ വലിയ 50 കിലോൻ്റെ കാൽത്തീറ്റ ചാക്കുകൾക്ക് കിട്ടാറ്. ഇവിടെ പൊതുവെ ഈ കൊയ്ത്തിൻ്റെ സമയത്തും അടയ്ക്ക പറിക്കുന്ന സമയത്തും കാപ്പിക്കുരു എടുക്കുന്ന സമയത്തും അതുപോലെ തേങ്ങ കച്ചവടക്കാരൊക്കെ പൊതുവെ വന്നിട്ട് കാൽത്തീറ്റ ചാക്ക് വന്ന് ചോദിച്ചു പോകാറുണ്ട്. നമ്മുടെ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഫാമുകൾ കൂടുതലായി ഉള്ള ഏരിയ ആണ്. അപ്പോൾ നമ്മുടെ വീടുകൾ തോറും കയറി ഇറങ്ങി ചാക്കുകൾ കൊണ്ടുപോകാൻ ഇഷ്ടമാതിരി ആൾക്കാർ വരാറുണ്ട് കേട്ടോ ആ ഒരു സീസണൊക്കെ ആകുമ്പോൾ. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ പിണ്ണാക്കും ചാക്കും, ചോളപ്പൊടീൻ്റെ ചാക്കും, സൈലേജിൻ്റെ ചാക്കും, ഇത് ബിയർ വേസ്റ്റിൻ്റെ ചാക്കാണ്, എല്ലാം സെപ്പറേറ്റ് ഇത്തരത്തിൽ അടുക്കി കെട്ടി എടുത്ത് സൂക്ഷിച്ച് വെക്കാറുണ്ട്. പൊടികളെല്ലാം കളഞ്ഞേച്ച് ഇത്തരത്തിൽ കെട്ടി വെക്കുകയാണെങ്കിൽ പാറ്റ വെട്ടുന്നതും അത്തരത്തിലുള്ള എലികളോ കടിച്ച് നശിപ്പിക്കുന്നതൊക്കെ ആയത് നമുക്ക് കുറവാണ്. അപ്പോൾ ഇത്തരത്തിൽ സൂക്ഷിച്ച് വെച്ചേച്ച് ആവശ്യക്കാർ വരുമ്പം സാധാരണയായിട്ട് ചെയ്യാറ്. ഇല്ലെങ്കിൽ തേങ്ങ കച്ചവടക്കാരുടെ കടയിൽ കൊണ്ടു കൊടുത്താൽ അന്നേരവും നമുക്ക് എപ്പോൾ വേണേലും പൈസ കിട്ടും. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ കാൽത്തീറ്റ ചാക്ക് സൂക്ഷിച്ച് വെച്ചിട്ട് ഇതുപോലെയൊക്കെ കൊടുക്കാറുണ്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എത്ര രൂപ